വേനലിന്റെ ആരംഭത്തിൽ തന്നെ ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പരാതി. ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. കുടിക്കാൻ ശകലം പോലും വെള്ളം കിട്ടുന്നില്ല. 6 ദിവസം 7 ദിവസം കൂടുമ്പോൾ 100 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ വെള്ളം കിട്ടും. ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരാണ്. ഞങ്ങൾ എന്നാ ചെയ്യും? കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നായ കല്യാണത്തണ്ടിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. 32-33 വാർഡുകളിലെ ജനങ്ങളാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നത്. കല്യാണത്തണ്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് 32-33 വാർഡുകൾ കൂടുന്ന ഭാഗത്തെ സ്ഥലവാസികളാണ്. ഈ 300 ലിറ്റർ വെള്ളം കൊണ്ട് 6 ദിവസം ഒരു വീട് കഴിഞ്ഞു കൂടുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. ഞങ്ങളിതിന് മന്ത്രിതലം വരെ പരാതികൾ നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന് ഇതിന് പരാതി നൽകിയിരുന്നു. അദ്ദേഹം പോലും ഇതൊരു പരിഗണനയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പലർക്കും കൃത്യമായി കുടിവെള്ളം എത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 4 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു പുതിയ ഒരു പദ്ധതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷം 3 വർഷത്തോളമായിട്ട് കുഴൽക്കിണറ്റിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതാണ്ട് ഒരു 1/2 ഇഞ്ച് ഓസിൽ വരുന്ന രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 22 കുടുംബങ്ങളുള്ളതിൽ ഏതാണ്ട് 6 ദിവസം 7 ദിവസം കൂടിയാണ് കുടിവെള്ളം ഒരു വീട്ടിലേക്ക് കിട്ടുന്നത്. കുടിവെള്ളക്ഷാമത്തിൽ വയോധികരാണ് അധികവും ദുരിതമനുഭവിക്കുന്നത്. ആരും പറഞ്ഞിട്ട് കാര്യം കുഴൽക്കിണറ്റിൽ വെള്ളം വരാനില്ല. പിന്നെ ഇച്ചിരി വെള്ളം വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ടാണ് അരക്കുറ്റി വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരാം. 9-ാം ദിവസം എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടുക. മുതിർന്നവർക്ക് പുറമെ കുട്ടികളും കുടിവെള്ളക്ഷാമത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് സ്കൂളിൽ കുളിച്ചിട്ട് പോകാൻ ഒരു തുള്ളി വെള്ളമില്ല. രാവിലെ കുളിക്കാൻ വെള്ളമില്ല. യൂണിഫോം തന്നെ ഇടുന്നത്. അതൊന്നും അലക്കാൻ പോലും പറ്റുന്നില്ല. മേഖലയിൽ അധിവസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അധികാരികൾ ഗൗരവമായി കാണുകയും ശാശ്വതമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ നടപടികൾ സത്വരമായി നടപ്പിലാക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.